ഒരു സ്രാവ് കൊണ്ടുവരുന്ന വള്ളക്കാരോട് നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഏകദേശം ഒരു ഊഹമാണ് കേട്ടോ. സ്രാവിൻ്റെ വെയിറ്റ് 300 കിലോ 400 കിലോ എന്നൊക്കെ പറയുന്നത് അവരൊരു ഊഹം പറയുന്നതാണ്. അപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം-കടപ്പുറത്ത് അത്രയും വലിയ സ്രാവൊന്നും തൂക്കാനുള്ള ആ വെയിറ്റിംഗ് മെഷീനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവരിവിടെ ലേലം കഴിഞ്ഞ് ഇവിടുത്തെ വണ്ടി കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് എടുക്കുന്നത് ആരാണോ അവരുടെ പ്രധാന ഗോഡൗണിൽ കൊണ്ടുപോയതിന് ശേഷമാണ് സ്രാവിൻ്റെ യഥാർത്ഥ തൂക്കം നോക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചേട്ടാ സ്രാവ് സാധാരണ റോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും സാധാ റോൾ ഉപയോഗിച്ചിട്ട് സ്രാവിനൊന്നും പിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ കൂട്ടുകാർ കണ്ട് സ്രാവിൻ്റെ വായിലിരുന്ന കമ്പിയും ചൂണ്ടയും വള്ളക്കാർ അഴിച്ചു മാറ്റുന്നത്. ഏകദേശം ഒരു 10-20 mm എങ്കിലും തിക്നെസ് വരുന്ന വലിയ സൈസ് കമ്പിയും ചൂണ്ടയുമാണ് എപ്പോഴും വള്ളക്കാരുടെ കയ്യിൽ കാണുന്നത്. സ്രാവ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കമ്പിയും ചൂണ്ടയുടെ അറ്റത്തായിട്ട് റോപ്പ് എന്നുള്ളൊരു സാധനമുണ്ട്. അത് കെട്ടിയിട്ടതിന് ശേഷം കമ്പിയും ചൂണ്ടയിലും ഒരു വലിയ സൈസ് മീനിനെ അവർ ഹുക്ക് ചെയ്തിട്ടിട്ടാണ് സ്രാവിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ചൂണ്ടയിൽ സ്രാവ് ഹുക്കായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വള്ളം ചെറിയ സ്പീഡിൽ ഓടും. അതിനുശേഷമാണ് ഈ സ്രാവ് ഈ കമ്പിയും ചൂണ്ടയിൽ ഹുക്കാകുന്നത് കേട്ടോ. അങ്ങനെയാണ് സ്രാവിനെ പിടിക്കുന്നത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാരെ ഇനി അതിൻ്റെ ലേലവിളിയും കാര്യങ്ങളും എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. 1 2 3 4 5 6 7 8 68 8 9 70 70 70,000 70,000 രൂപ 70,000 70,000 70,000 രൂപ 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 70,000 500 70,500 900 70 900 74 900 75 900 75 900 75 900 75 900 75 900 76,000 900 7,000 900 80,000 1 81,000 81,000 81,000 81,000 81,000 രൂപ 81,000 81,000 81,000 രൂപ 81,000 81,000 81,000 രൂപ 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 81,000 500 2 82,000 500 3 500 83 500 500 83 500 500 83 500 500 83,500 500 500 83 500 500 83 500 500 83,500 രാജു 83 500 അണ്ണാ കൂട്ടി വേണ്ട 300